പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന വേളയിൽ റഷ്യയ്ക്ക് എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നു എന്ന വാർത്ത കുറച്ചു മുൻപാണ് രാജ്യം ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. സ്വതന്ത്ര ഇന്ത്യയുടെ 79 വർഷത്തെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത വിധത്തിലുള്ള നയതന്ത്ര പരാജയമാണ് നരേന്ദ്രമോദി സർക്കാരിന് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. നമ്മുടെ രാജ്യം ആരോട് എണ്ണ വാങ്ങണം, ആരുമായി വ്യാപാരം നടത്തണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വാഷിംഗ്ടണിലെ വൈറ്റ് ഹൌസിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ രാജ്യത്തെയും ജനങ്ങളെയും എത്തിച്ചു. അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് നടത്തിയ പ്രഖ്യാപനം പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ ലഭ്യത ഉറപ്പാക്കാൻ ഇന്ത്യൻ റിഫൈനറികൾക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ 30 ദിവസത്തെ താൽക്കാലിക ഇളവ് അനുവദിക്കുന്നുവെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. റഷ്യയെ പോലൊരു വിശ്വസ്ത സുഹൃത്തിനോട് എണ്ണ വാങ്ങാൻ പോലും അമേരിക്കയുടെ അനുവാദം വേണമെന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു. 30 ദിവസത്തേക്ക് മാത്രം നൽകിയിരിക്കുന്ന ഈ ഔദാര്യം ഇന്ത്യയെ പോലൊരു വലിയ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അപമാനകരമാണ്. ഈ അപമാനത്തിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും പുലർത്തുന്ന മൗനമാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഇതേ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വെച്ച് ഒരു പ്രവചനം മുൻപ് നടത്തിയത്. പാർലമെന്റിൽ വെച്ച് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശം ഇപ്പോൾ അക്ഷരം പ്രതി സത്യമായിരിക്കുകയാണ്. ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടുവരാം. Let's talk about energy. What we need for the data, what we need for our food, what we have fought for. Energy security, gone. Now the United States will decide who we buy oil from. Yes. The United States will come to us and say, you cannot buy oil from so-and-so, and so-and-so, and so-and-so. Russia, Iran, whoever they want. They will decide. Our Prime Minister will not decide. Please understand, and they will monitor. They will keep a watch, meaning they will look. And if India buys oil from anyone they do not want, they will punish us. And they will take our tariffs right back to 50%. ഇന്ത്യ ആരോട് എണ്ണ വാങ്ങണം, ആരോട് വാങ്ങരുത് എന്ന് ഇനി അമേരിക്ക തീരുമാനിക്കുമെന്നും അവരുടെ വാക്ക് കേട്ടില്ലെങ്കിൽ അവർ നമുക്ക് മേൽ പിഴ ചുമത്തുമെന്നും രാഹുൽ അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അന്നത്തെ ആ മുന്നറിയിപ്പിനെ പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ അമേരിക്കൻ പ്രഖ്യാപനം. നമ്മുടെ വിദേശ നയവും ഊർജ്ജ സുരക്ഷയും മറ്റൊരു രാജ്യം നിയന്ത്രിക്കുന്ന ഈ അവസ്ഥ മോദി സർക്കാരിന്റെ നയതന്ത്ര പരാജയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അമേരിക്കയുടെ ഈ ധിക്കാരപരമായ നിലപാടിനെതിരെ ശക്തമായ ഒരു പ്രതികരണം പോലും നടത്താൻ കേന്ദ്ര സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാനിയൻ കപ്പലായ ഐറിസ് ഡെനെ അമേരിക്ക തകർത്ത സംഭവത്തിൽ പ്രതികരിക്കാൻ പോലും കേന്ദ്ര സർക്കാരിന് 24 മണിക്കൂറിലധികം സമയം വേണ്ടി വന്നു. രാഷ്ട്രപതി പങ്കെടുത്ത ചടങ്ങിൽ അതിഥിയായി എത്തിയ കപ്പലിനെ നമ്മുടെ കൺമുന്നിൽ വെച്ച് തകർത്തിട്ടും ശക്തമായ ഒരു നിലപാടെടുക്കാൻ മോദി സർക്കാരിന് കഴിഞ്ഞില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ശ്രീലങ്കൻ നേവിക്ക് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങേണ്ടി വന്നപ്പോൾ നമ്മുടെ നാവികസേന എവിടെയായിരുന്നു എന്ന് ലോകം ചോദിച്ചു തുടങ്ങി. അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങണമെന്ന് നമ്മോട് ആജ്ഞാപിക്കുന്ന അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ത്യ അവരുടെ കേവലം ഒരു പങ്കാളി മാത്രമാണെന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞതോടെ രാജ്യത്ത് എണ്ണ പ്രതിസന്ധി രൂക്ഷമാകാൻ സാധ്യതയുമുണ്ട്. 100 ദിവസം യുദ്ധം നീണ്ടുനിന്നാൽ ഇന്ത്യയിലെ സാധാരണക്കാരൻ അനുഭവിക്കേണ്ടി വരുന്ന വിലക്കയറ്റം ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരിക്കും. യുദ്ധകാലത്ത് അമേരിക്ക നമുക്ക് അനുവദിച്ച 30 ദിവസത്തെ ഇളവ് കഴിഞ്ഞാൽ ഇന്ത്യ എന്ത് ചെയ്യുമെന്നതിന് കൃത്യമായ ഒരു മറുപടി കേന്ദ്ര സർക്കാരിന്റെ പക്കലില്ല. മുൻപ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് ഇറാനിൽ നിന്ന് ഇന്ത്യൻ രൂപയിൽ വരെ നമ്മൾ എണ്ണ വാങ്ങിയിട്ടുണ്ട്. കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയെ സഹായിച്ച രാജ്യമാണ് ഇറാൻ. എന്നാൽ ഇന്ന് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ആ ബന്ധങ്ങളെല്ലാം തകർക്കപ്പെടുകയാണ്. യുദ്ധം തുടങ്ങി 6 ദിവസം കഴിഞ്ഞിട്ടും ഇറാൻ എംബസിയിൽ പോയി ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല. രാഹുൽ ഗാന്ധി അന്ന് ലോക്സഭയിൽ പറഞ്ഞ ഓരോ വാക്കും ഇന്ന് നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുകയാണ്. അമേരിക്കയുടെ താരിഫ് ഭീഷണികൾക്ക് മുന്നിൽ മോദി സർക്കാർ മുട്ടുമടക്കുന്നു എന്നതാണ് സത്യം. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താൽപര്യത്തെക്കാൾ അമേരിക്കൻ ഭരണകൂടത്തിന്റെ താൽപര്യങ്ങൾക്കാണ് ഇന്ന് പ്രാധാന്യം ലഭിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ അനുമതിക്കായി കാത്തു നിൽക്കുന്ന ഈ അവസ്ഥ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അപമാനമാണ്. റഷ്യയുമായുള്ള നമ്മുടെ ബന്ധം പോലും ഇപ്പോൾ അമേരിക്കയുടെ ദയയിലാണ് നിൽക്കുന്നത്. വിദേശ നയം പാളിയെന്നും ഇന്ത്യ ഒരു അമേരിക്കൻ കോളനിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനോടകം തന്നെ വിമർശനം ഉയർത്തിക്കഴിഞ്ഞു.